നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ മണിക്കുട്ടനെ നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടതിലും സ്നേഹിച്ചതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നലെ വൈകിട്ടത്തെ ഭക്ഷണം ഇറച്ചിയും മീനും ഒക്കെ അവന് കൊടുത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, സിന്ധു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ കുറേ സമയം അമ്മയോടൊപ്പം ഇവിടെ ചിലവഴിച്ചു. വീടിനകത്ത് അടുക്കളയിലും തോളിലും ഒക്കെ ആയിട്ട് ചിലവഴിച്ചു. അത് കഴിഞ്ഞ് അവൻ കൂട്ടിലേക്ക് പോകാനായിട്ട് പറന്നുപോയി. അപ്പോൾ അവനവൻ്റെ കൂട്ടിലേക്ക് പോകാണെന്നാണ് വിചാരിച്ച്. സാധാരണ അവൻ തന്നെത്താനെയാണ് പോയി കൂട്ടി കയറുന്നത്. അങ്ങനെ അവൻ കൂട്ടിലേക്ക് പോയി അവൻ്റെ കൂടിൻ്റെ മുകളിലാവും പോയി ചെന്നിരുന്നത്. ആദ്യം അവിടെ ഇരുന്നു ഒത്തിരി സമയം അമ്മയുടെ അടുത്തുണ്ടായിരുന്നു പറഞ്ഞു, സാധാരണ പതിവില്ലാത്തതുപോലെ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി കൂട്ടിപ്പോക്കോ, അവർ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ വരും, അതുകൊണ്ട് കൂട്ടിപ്പോക്കോളാൻ പറഞ്ഞു. ഞാനും ഇവിടെ ഇല്ലായിരുന്നു. അവൻ പറന്ന് കൂടിൻ്റെ മേളിലോട്ടാണ് പോയിരുന്നത്, അകത്തല്ല. അപ്പം വേറെ 1-2-3 കാക്കകൾ നമ്മുടെ തൊട്ടടുത്ത മരങ്ങളിലൊക്കെ കുറേ ദിവസമായിട്ടേ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ കാക്കകളെ കണ്ടിട്ടാണോ അവരൊക്കെ പറന്ന് പോകുന്ന കണ്ടിട്ടാണോ എന്നൊന്നും അറിയില്ല. അവൻ അവിടുന്ന് പറന്ന് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഓടെ കയറി മേളിൻ്റെ ഏറ്റവും മുകളിൽ ചെന്നിരുന്ന സമയത്ത് സിന്ധു ചെന്ന് വിളിച്ചു, മണിക്കുട്ടാന്ന് വിളിച്ചപ്പോൾ അവനിങ്ങനെ സിന്ധുവിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനപ്പോൾ മറ്റു കാക്കകളൊക്കെ മരച്ചില്ലകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയുന്നതോ ഒരുപക്ഷെ ഇവനെ കൂട്ടിന് വിളിച്ചതായിരിക്കാം. അങ്ങനെ അവൻ അവിടുന്ന് പറന്ന് അവരോടൊപ്പം അങ്ങ് പോയി. അപ്പോൾ അവൻ ഒരുപാട് നല്ല നല്ല ഫുഡുകളും ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കും അവൻ പെട്ടെന്ന് പറക്കാനുള്ള ആരോഗ്യമൊക്കെ അവനുണ്ടായത്. അവൻ സന്തോഷത്തോടുകൂടി ആരോഗ്യവാനായി അവൻ പറന്നു പോയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സങ്കടവുമുണ്ട്. കാരണം പോകുന്നതിന് മുമ്പ് കുറേ സമയം ഇരുന്നായിരുന്നു. അടുത്ത് വന്ന് കാലിൻ്റെ അവിടെ ഇരിക്കുകയും കയ്യൊക്കെ എറിയിരിക്കുകയും ഒക്കെ ചെയ്ത് ഭയങ്കര സ്നേഹമായിട്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് പോയപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷേ അവൻ പോയി മറ്റു കാക്കളോടൊപ്പം ചേർന്ന് പറന്ന് നടക്കേണ്ടതാ, അതും ശരിയാണ്. അപ്പം അങ്ങനെ തന്നെ പോകട്ടെ, അവൻ സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്ക് വിഷമമുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ 2 കാക്ക കുഞ്ഞുങ്ങളെ ഇതുപോലെ തന്നെ വളർത്തി വലുതാക്കി ഞങ്ങൾ പറത്തി വിട്ടു. 2 കുയിലിൻ്റെ കുഞ്ഞുങ്ങൾ, ഒരു കരിങ്കുയിലും ഒരു പുള്ളിക്കുയിലും 2 കുഞ്ഞുങ്ങൾ, പിന്നെ ഒരു മുണ്ടിക്കൊക്ക്. അത് ഇതുപോലെ ചൂണ്ടനൂലിൽ കുരുങ്ങി പാടത്ത് കിടക്കുകയായിരുന്നു. അതിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുപാട് രക്ഷപ്പെടുത്തിയെടുത്ത് അതിനെ പറത്തി വിട്ടു. ഇവിടെ ഒരുപാട് കിളികൾ വരുന്ന സ്ഥലം, അപ്പുറത്തൊക്കെ ഒത്തിരി മരങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ അത്രയും കിളികളും കാക്കയും ഉപ്പനും ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ കൂടൊക്കെ വെക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്കൊരു അമ്മണി എന്ന് പറഞ്ഞൊരു പ്രാവ് കുഞ്ഞുണ്ടായിരുന്നു. അത് ഇതുപോലെ പൂച്ച പിടിച്ചു കൊണ്ടുവന്ന പ്രാവ് കുഞ്ഞ്. അതിനെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെടാതെ നല്ലപോലെ രക്ഷപ്പെടുത്തി മഞ്ഞളൊക്കെ തേച്ചൊക്കെ രക്ഷപ്പെടുത്തിയെടുത്ത് അവളെ ഞങ്ങൾ ഫുൾ ടൈം തുറന്നു വിട്ടിരിക്കുകയായിരുന്നു. വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളിലും അവിടെയൊക്കെ ആയിരിക്കും. അങ്ങനെ രാത്രി ഞങ്ങളുടെ അടുത്ത് കയറി വരും, പകൽ കയറി വരും, ഭക്ഷണത്തിന് വെക്കും, അരിയും ഗോതമ്പും ഒക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ തന്നെ അവൾ ഒത്തിരി സ്നേഹങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ട് അവൾ ഇതുപോലെ പറന്നുപോയി. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വീടിൻ്റെ വന്ന് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതാ നമുക്കൊരു വിഷമം, ഇവരെയൊക്കെ വളർത്തി ഇവർ പോയി കഴിയുമ്പം നമുക്കൊരു വിഷമം കുറച്ച് ദിവസത്തേക്ക്. എന്നാലും സാരമില്ല, അവർ പറന്ന് നടക്കട്ടില്ലേ. അപ്പോൾ ഇവള് ഒരു പക്ഷേ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. വന്നാലും വന്നില്ലേലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവർ ആകാശത്ത് പറന്ന് കിടക്കുന്ന പറവകളാണ്. അവരെ അതുപോലെ തന്നെ നമ്മളവരെ തുറന്ന് വിട്ട് വളർത്തിയത് ആണ്. നമുക്കിവിടെ പൂച്ചകളുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും അവരെ തുറന്നു വിടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം മണിക്കുട്ടനെ നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹിച്ചതിനും ഇഷ്ടപ്പെട്ടതിനും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട അനാഥങ്ങളായിട്ടുള്ള ഇതുപോലുള്ള പറവ കുഞ്ഞുങ്ങളെയൊക്കെ എവിടെയെങ്കിലും കിട്ടിയാൽ അവരെ നമ്മൾ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി ഞങ്ങൾ നിങ്ങളെയും കാണിക്കാം. മണിക്കുട്ടൻ്റെ കൂട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ കൂട് ഞങ്ങൾ ഇതുവരെ അടച്ചിട്ടില്ല. എപ്പോഴെങ്കിലും അവൻ വരുവാണെങ്കിൽ അവന് കയറാൻ വേണ്ടിയിട്ട് ആ കൂട് ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അവന് വേണ്ടിയിട്ടുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ആ കൂട് തുറന്ന് വെച്ചിരിക്കുന്നത്. അവൻ്റെ കൂടാണ്. സിന്ധു മണിക്കുട്ടനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വീടിൻ്റെ ചുറ്റിനും നടക്കുകയാണ്. രാവിലെ മുതലേ ഇത് തന്നെയാ ജോലി, വിളിച്ചോണ്ടിരിക്കും അവനെ. അവൻ പോയി പറന്നുപോയി, കൂട്ടുകാരോടൊപ്പം അവൻ പറന്ന് ദൂരത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെല്ലാം നല്ല കാടും പടലും എല്ലാം ഇഷ്ടം പോലുണ്ട്. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഓരോരോ കാക്കകൾ വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ
പെട്ടെന്ന് ഇറങ്ങിപ്പോയി നോക്കാറുണ്ട് അത് നമ്മുടെ മണിക്കുട്ടനാണോ എന്ന്. ഇത് ഇന്നലെ പോകുന്നതിന് മുമ്പായിട്ടെടുത്തൊരു വീഡിയോ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് പുറത്തോട്ട് ചേട്ടൻ പോയത്. അപ്പം അത് കഴിഞ്ഞ് ഇവൻ കുറച്ച് നേരം കൂടെ എൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ പറന്നു പോയത്. ഇന്നലെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആയത്. കണ്ടില്ലേ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതൊക്കെ. എല്ലാം കഴിച്ചിട്ട് അവൻ പോയി. അടുത്ത് തന്നെ ഇവാനും കിടപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട്. അവരങ്ങനെ ഉപദ്രവിക്കത്തും ഒന്നും ഇല്ലായിരുന്നു. അവർ പതുക്കെ കൂട്ടായി വരുമായിരുന്നു എല്ലാവരും കൂടെ. പോയി അവൻ സന്തോഷമായിട്ടിരിക്കട്ടെ അല്ലേ, പറന്ന് നടക്കട്ടെ അവൻ്റെ ആഗ്രഹം പോലെ. കാരണം വേറെ കാക്കകളൊക്കെ കരയുമ്പോൾ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവന് പറന്നു പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു ഇവൻ വേറെ കാക്കയുടെയൊക്കെ കരച്ചിൽ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന്. പതിവില്ലാത്തതുപോലെ ഇന്നലെ മണിക്കുട്ടൻ ഭയങ്കര ഉഷാറിലായിരുന്നു. ദേ കണ്ടില്ലേ, ഒരുപാട് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയൊക്കെ ചെയ്തു. ആ വെളിവശത്തൊക്കെ കാക്കകൾ വന്നിരുന്ന് കരയുന്നതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ. പക്ഷേ നമുക്ക് അന്നേരമൊന്നും അത് തോന്നിയില്ല അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ പറന്നു പോയത്. കാരണം അന്ന് കൊണ്ടുവന്ന അവൻ്റെ അന്നത്തെ ആ രൂപവും ഇന്നത്തെ അവൻ്റെ രൂപവും. പക്ഷെ അവനുള്ളിൽ നല്ലപോലെ സ്നേഹം ഞങ്ങളോടുണ്ടായിരുന്നു. ഞങ്ങൾക്കും അതുപോലെ തന്നെ സ്നേഹം അവനോടുണ്ടായിരുന്നു. ഒത്തിരി സ്നേഹം ഞങ്ങൾക്ക് തന്നിട്ടാണ് മണിക്കുട്ടൻ പറന്നു പോയത്. നമ്മുടെ മുണ്ടക്കയത്തിനടുത്തൊരു വീട്ടിൽ ഇതുപോലൊരു കാക്ക കാലൊടിഞ്ഞ് കിട്ടിയ ഒരു കാക്കയെ അവർ കൊണ്ടുവന്ന് വളർത്തി ശരിയാക്കി എടുത്തൊക്കെ ആയി കുറച്ചാൾ കഴിഞ്ഞ് ആ കാക്ക പറന്നുപോയി. പക്ഷേ 5 വർഷത്തിന് ശേഷം ആ കാക്ക വീണ്ടും അവരുടെ വീട്ടിൽ തിരിച്ചെത്തി. ഇന്നിപ്പോൾ അവരുടെ വീട്ടിലുണ്ട് ആ കാക്ക. ഇപ്പോൾ എന്നോടൊരാളെ കാക്കയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അവരയച്ചിട്ടില്ല. ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുക. 5 വർഷത്തിന് ശേഷം അത് തിരിച്ചവരുടെ വീട്ടിലെത്തി. അതുപോലെ ഇന്നലെ ഞങ്ങളുടെ ചിന്നനും ഇതുപോലെ ഇവർക്ക് ശേഷം അവനും ഇങ്ങനെ ഭക്ഷണം അവനെ ഇറക്കി വിട്ട് അവൻ പോയി. ഭക്ഷണമൊക്കെ കഴിച്ച് സാധാരണ വൈകിട്ട് വന്ന് കൂട്ടി കയറിയില്ല. രാത്രി മൊത്തം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, കണ്ടില്ല. ഞങ്ങൾ വിചാരിച്ചു അവനും പോയതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നടുമുറ്റത്തിരുന്ന് അവിടെ ഇരുന്ന് പിച്ചി മൊത്തം തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അവൻ തിരിച്ചു വന്നു. പക്ഷേ ഇവളും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അവളെ നമ്മൾ വളർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊണ്ടുവന്നത്. അവളെ നമ്മളെ പറത്തി വിടാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ മറ്റ് കാക്കകളെക്കാളും മറ്റ് കുയിലുകളെക്കാട്ടിലൊക്കെ ഒത്തിരി നമ്മളോട് അടുത്തു. നമുക്കൊത്തിരി സ്നേഹമൊക്കെ തന്നു. ഞങ്ങളും അതുപോലെ സ്നേഹം കൊടുത്തു. ഇവാൻകുട്ടനെ ഇവരുമായിട്ടൊക്കെ നല്ലതുപോലെ അടുപ്പമായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ വെറും പാവമായ ഒരു പൂച്ചക്കുഞ്ഞാണ് ഇവാൻ. അവൻ ഉപദ്രവിക്കുകയോ ശല്യം ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അവൻ്റെ വാലയിലൊക്കെ പോയിട്ട് ചിഹ്നം കടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് പോലും ഇവൻ എഴുന്നേറ്റ് പോകത്തേ ഉള്ളായിരുന്നു. അവനൊന്നും തിരിഞ്ഞുപോലെ നോക്കത്തില്ലായിരുന്നു. ദേ കണ്ടോ, മണിക്കുട്ടി പറന്നു പോയ കണ്ടോ. അവൾ എന്ത് ഉയരത്തിലേക്കാണ് അവളുടെ ശ്രദ്ധ കണ്ടോ. അവൾ ഭക്ഷണം കഴിച്ചിട്ട് അവൾ ഇങ്ങനെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പുറത്തു നിന്നുള്ള കാക്കകളുടെയൊക്കെ സംസാരങ്ങളുമൊക്കെ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളിവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് ഇതുപോലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ ഇതുപോലുള്ള കൊച്ചു ബാല്യങ്ങളെ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയാൽ നമ്മൾ ഇനിയും നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം, രക്ഷപ്പെടുത്താം. അവരെയും നമുക്ക് പറത്തിവിടാം.